ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാല്ലേ. കുറച്ചേരം ഇവനെ കളിപ്പിച്ച് നേരെ നമ്മൾ ക്ലാസ്സിന് ഇറങ്ങി. ഇടയ്ക്ക് കോളേജൊക്കെ ഇപ്പൊ മൈലിനൊക്കെ കാണാറ്. എല്ലാ പ്രാവശ്യം ഫീൽ ഇല്ലാത്തതിനെ കാണാം. ഇപ്രാവശ്യം എന്തായാലും കനഞ്ഞ് കണ്ടു. രാവിലെ ക്ലാസ്സിൽ കയറി പാട് തന്നെ ഇവര് ഡിപ്രഷനിലാണ്. ഇത്രയും ഡിപ്രഷൻ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ്. എന്തായാലും ഡിപ്രഷൻ ഇല്ലാത്തവര് ഇത് കണ്ട് ഡിപ്രഷൻ ആവും. നോമ്പായതുകൊണ്ട് തന്നെ ഉച്ചക്ക് ക്ലാസ് ബസ്സിൽ ഓടിച്ചാരി കയറും. വെയിലില്ലാത്ത ഭാഗത്ത് നോക്കി പിന്നെ ഒരു അവസ്ഥ എങ്ങനെ ഇക്കാരം സഹിച്ചിട്ടാണെങ്കിൽ സ്റ്റാൻഡ് വരെ അവർ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അവള് നേരെ പോയിട്ട് സെൻഹൈക്കാം. എന്തായാലും റീ ഓപ്പൺ ആയതല്ലോ, ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. വേറെ ഒന്നും നോക്കാല്ല, അതിന്റെ യൂണിഫോമിൽ ചേർന്ന് ലൈസ് നോക്കിക്കൊണ്ടിരിക്കും. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നേരെ ബസ്സും കയറി നമ്മുടെ നാട്ടിൽ. ഇപ്പത്തെ വെയിൽ പിന്നെ പറയണ്ട. അങ്ങനെ വേഗം വീട്ടിൽ പോയി നിസ്കരിച്ച് നേരെ അടുക്കള. കാരണം നിമ്മല്ലാത്തോണ്ട് നമുക്ക് ചെറിയ പരിപാടിക്ക് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിലെ അരി അളക്കണ നാൾ. ഏതോ ഒരു അന്ധകാലത്തുള്ള ഒരു പെയിന്റിന്റെ അളക്കാണ് സംഭവം. എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ബുദ്ധിക്ക് ചെയ്യും. ചോറോടെ സെറ്റ് ആകുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം. ഫ്രൂട്ട്സ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ചോറോടെ റെഡി ആവും. അങ്ങനെ തൊലി എങ്ങനെ സിമ്പിൾ ആയിട്ട് കളയാം. ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്ക്, വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആവും. സിമ്പിൾ ആയി സ്ഥിതിക്ക് നമ്മൾ വേഗമാണ് ജ്യൂസ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കി. ഈ സമയം കൊണ്ട് നമ്മൾ ചോറൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി വേഗം ആയൊന്ന് നോക്കണം. അറിയാത്ത ഇങ്ങനൊന്നും പറ്റി കഴിഞ്ഞാൽ ഒന്നും നോമ്പ് അറിയില്ലല്ലോ. എന്തായാലും നമ്മൾ ചോറ് അവിടെ സെറ്റ് ആയി. ചോറൊക്കെ സെറ്റ് ആയി. അപ്പൊ വീട്ടിൽ എല്ലാവരും അതുകൊണ്ട് തന്നെ വേഗം ഞാൻ അടുക്കളയിൽ നിന്ന് പിന്മാറി. പൊതുവെ നോമ്പ് ഇറക്കുമ്പോൾ എന്തെങ്കിലും പൊരിക്കടി ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ല, കാരണം ഞാൻ ഒറ്റക്കായിരുന്നല്ലോ. വീട്ടിൽ വരുമ്പോഴാണെങ്കിലോ ബിരിയാണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പ് ഇറക്കുന്ന കാര്യത്തിൽ ഫുൾ തിരക്ക്. എന്തായാലും നല്ല സന്തോഷത്തിലാണ് ഇനി ബിരിയാണി കഴിക്കാൻ. ആദ്യഘട്ടം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ഫാസ്റ്റ് ആയി. കുറച്ചേരം കഴിഞ്ഞ അവസ്ഥ വളരെ മോശമായി. അതോടെ സ്റ്റോപ്പ് ആക്കി ഇനി അവസ്ഥ ഇങ്ങനെ ആയിക്കാരം.